സ്തുതി. ഒരിക്കലും ഒരു അധ്യാപകൻ കുറെ കുഞ്ഞുങ്ങളോടായിട്ട് ഒരു കഥ പറയാണ്. ഒടുവിൽ ഒരു ചോദ്യവും. കഥ ഇപ്രകാരമായിരുന്നു: 2 റെയിൽവേ ട്രാക്കുകൾ, ട്രെയിൻ പോകുന്ന 2 ട്രാക്കുകൾ. ആ ട്രാക്കിലെ ഒരു ട്രാക്കിലൂടെ സ്ഥിരമായിട്ട് ട്രെയിനുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. മറ്റ് ട്രാക്ക് ഉപയോഗശൂന്യമാണ്. അവിടെ വർഷങ്ങളായിട്ട് ഒരു ട്രെയിനും പോയിട്ടില്ല. ഒരിക്കൽ കുറെ കുട്ടികൾ ആ ഭാഗത്ത് നിന്ന് കളിക്കുകയാണ്. ഉപയോഗശൂന്യമായ ട്രാക്കിൽ ഒരു കുട്ടി ഇരുന്ന് കളിക്കുന്നു. എന്നാൽ ഏകദേശം 10ഓളം കുട്ടികൾ മറ്റേ ട്രാക്കിൽ, അതായത് സ്ഥിരമായിട്ട് ട്രെയിൻ പോകുന്ന ട്രാക്കിൽ ഇരുന്ന് കളിക്കുന്നു. ആ സമയത്ത് ദൂരത്ത് നിന്ന് ട്രെയിൻ പാഞ്ഞു വരികയാണ്. കുട്ടികൾ ഇരുന്ന് കളിക്കുന്നത് ഡ്രൈവർക്ക് ദൂരത്ത് നിന്ന് കാണാമായിരുന്നു. ഡ്രൈവർക്ക് വേണമെങ്കിൽ ട്രാക്ക് തിരിച്ചുവിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഉപയോഗശൂന്യമല്ലാത്ത ട്രാക്കിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ഓപ്ഷൻ. തികച്ചും കഥയാണേ. അധ്യാപകൻ കുട്ടികളോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു: ആ ഡ്രൈവർ ഏത് ട്രാക്കിൽ വണ്ടി എടുക്കും? കുഞ്ഞുങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് കുഞ്ഞുങ്ങൾ ആൻസർ ചെയ്തു. ഒരു കുട്ടി ഇരിക്കുന്ന ആ ട്രാക്കിലൂടെ എടുത്തു കാണും. മറ്റേ ട്രാക്കിൽ 10ഓളം കുട്ടികൾ ഇരുന്ന് കളിക്കുകയല്ലേ. ഇവിടെ ഒരു ജീവനല്ലേ ഉള്ളൂ. അതിന് ഉത്തരമായിട്ട് ടീച്ചർ വേറൊരു ചോദ്യം ചോദിക്കുന്നു: ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും ആ കുട്ടിയുടെ ജീവൻ ഈ 10 കുട്ടികളുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെടുത്തണോ? 1 പത്രോസ് 2:22. അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല, അവന്റെ വായിൽ ഒരു വഞ്ചനയും ഉണ്ടായിട്ടില്ല, എന്നിട്ടും നമുക്ക് വേണ്ടി ക്രൂശ് തെരഞ്ഞെടുത്തു. നമ്മുടെ പാപങ്ങൾക്ക് പകരക്കാരനായി അവൻ ക്രൂശിലേറി. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിനെ നമുക്ക് വേണ്ടി പാപമാക്കി, നമുക്ക് വേണ്ടി പാപം ഏറ്റെടുത്തു. അവൻ ക്രൂശിലേറി. നിഷ്കളങ്കമായി കളിക്കുന്ന ആ ട്രാക്കിലിരുന്ന് കളിക്കുന്ന ആ കുഞ്ഞിനെ പോലെ ദൈവം വിശുദ്ധനായിരുന്നു. എന്നാൽ 10ഓളം കുട്ടികൾ അപ്പുറത്ത് അശ്രദ്ധയായിട്ടിരുന്ന് കളിച്ചപ്പോ ആ കുട്ടികളുടെ മരണ ട്രാക്കിൽ നിന്ന്, പാപത്തിന്റെ ട്രാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ദൈവം, നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടിയാണ് ക്രൂശ് സഹിച്ചത്. നമുക്ക് വേണ്ടിയാണ് ത്യാഗം മുഴുവൻ ഏറ്റെടുത്തത്. ആ രക്ഷ നമുക്ക് കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ: നമ്മുടെ കർത്താവിനെ ദൈവമായിട്ട് നമ്മുടെ നാവ് കൊണ്ട് ഏറ്റുപറയുക, നമ്മളെ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.